ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമരിലെ മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യയാണെന്നുണ്ടെങ്കിൽ ആദർശിനോട് സോറി പറയുകയാണ്. അങ്ങനെ കലി കയറി നവ്യ നേരെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആ സമയം നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ആദർശിനെ അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുത്തുകയാണ്. അങ്ങനെ നയന നേരെ അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയം ദേവയാനി പറയുന്നുണ്ട്, ഓ ഇവള് ഇത്ര നന്നായിട്ട് ദേഷ്യപ്പെടുന്നൊന്നും നമ്മൾക്കറിയില്ലായിരുന്നല്ലോ, നമ്മുടെ മുമ്പിലൊക്കെ വളരെയധികം പാവത്തിനെ പോലെയൊക്കെയല്ലോ ഇരുന്നിരുന്നതെന്ന് പറയാണ്. ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, എത്ര നാൾ ഇങ്ങനെ പാവമായിട്ടിരിക്കും, വായിൽ കോലിട്ട് കുത്തിക്കഴിഞ്ഞാൽ ആരായാലും കടിക്കില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ നയനയും. തീരെ സഹിക്കേട്ടപ്പോഴാണ് അവളിങ്ങനെ സംസാരിച്ചേ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അബിക്കും ജലജയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഇവിടെ നിന്ന് എണീറ്റ് പോകുകയാണ്. പിന്നെ കാണിക്കുന്നത് നവ്യ റൂമിലേക്ക് ചെല്ലുകയാണ്. ഈ ദേഷ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വലിച്ച് താഴെയിട്ട് പൊട്ടിക്കലാണല്ലോ ഉള്ള പതിവ്. അത് തന്നെ ഇപ്രാവശ്യം അവൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് കുറച്ച് മാറിയിട്ട് ജലജയും അബിയും കൂടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവൾക്ക് എന്താടാ വട്ടാണോ, എന്തുണ്ടായിക്കഴിഞ്ഞാലോ റൂമിൽ കയറി ഇതേപോലെ പ്രാന്തുള്ളവരെ പോലെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവളുടെ ഭാവം കണ്ടു കഴിഞ്ഞെങ്കിൽ ഇതൊക്കെ വലിച്ചു വാരി എറിയുന്നത് അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോലെയാണ്. ഒന്നുമില്ലാത്ത ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് എല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാനായിട്ട് നിൽക്കാമെന്ന് പറയാണ്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, എടാ ബി നീ അങ്ങോട്ട് ചെല്ല്, ഈ ഒരു താപ്പിന് ആ നയനയും ആദർശവുമാണ് ഇതിനെല്ലാം കാരണമെന്നുള്ളൊരു കാര്യം നീ അങ്ങോട്ട് ധരിപ്പിക്കുക. അത് കേട്ട് കഴിയുമ്പോൾ ഈ കാണിക്കുന്ന ദേഷ്യം മുഴുവൻ നയനയുടെയും ആദർശിൻ്റെ അടുത്തും ചെയ്തോളും. ഈ വീട്ടിലെ കണ്ണിലുണ്ണിയായ നയനയോട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നവ്യ ഈ വീട്ടിൽ നിന്നും പുറത്തായിക്കോളും. അത് നല്ലൊരു കാര്യമാണെന്ന് പറയാണ്. അബി നീ ഇപ്പം തന്നെ ചെല്ലടാ, എന്നിട്ട് അവളോട് പറയാനായിട്ട് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അമ്മേ ഈ ദേഷ്യത്തിന് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവൾ എന്നെ പിടിച്ച് കൊല്ലും. അവൾ ഒന്ന് ശാന്തമാവട്ടെ, അത് കഴിയുമ്പോൾ ഞാൻ ഈ എരുതിയിൽ എണ്ണയിച്ച് കൊടുത്തോണ്ട് നയനയെയും ആദർശനെയും അവളെടുത്ത് ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ അവർ രണ്ടുപേരും തെറ്റിക്കേണ്ട കാര്യം ഞാൻ ഏറ്റു. ഇപ്പോൾ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല അമ്മേ, നമുക്കിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ജലജയും അബിയും കൂടി അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം കലി പൂണ്ട നവ്യയാണെന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടതിന് ശേഷം അവളിരുന്ന് കരയുന്നുണ്ട്. കാരണം അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ആഡിലേക്ക് അഭിനയിക്കാൻ ആയിട്ട് പോയത്. അങ്ങനെ അവൾ ഫേമസ് ആയി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ആഡുകളെല്ലാം പുറത്തു വരാതിരിക്കാൻ ആദർശ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും മനസ്സിലാക്കാതെ ഇവൾക്ക് വളരെയധികം ദേഷ്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ നിന്ന് കരയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശിനെയും നയനയെയാണ്. ആദർശ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ്. അപ്പം നയന വന്നിട്ട് പറയുന്നത്, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, എന്താണ് പറഞ്ഞോളൂ എന്ന് പറയാണ്. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് നയന പറയുകയാണ്, അതെ എൻ്റെ ചേച്ചിയുടെ ആഡൊന്നും പുറത്തു വരാതെ എൻ്റെ കുടുംബത്തെയും എൻ്റെ അനിയത്തെയും ഒക്കെ നിങ്ങൾ രക്ഷിച്ചു. അപ്പോൾ അവർക്കിനി പുറത്തിറങ്ങി നടക്കാമല്ലോ, അതിനെല്ലാത്തിനും കൂടി ആദർശേട്ടനോട് താങ്ക്സ് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് നിൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തതൊന്നല്ല, എൻ്റെ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തതാണ്. ഈ കുടുംബത്തിലുള്ളവരുടെ പാരമ്പര്യവും അഭിമാനവും കാക്കാനായിട്ട് ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട് ആദർശേട്ടാ, അപ്പം ഞാൻ ഈ കുടുംബത്തിലല്ലേ, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, ഞാൻ ഭാര്യയാകുമ്പോൾ എൻ്റെ കുടുംബക്കാരും നിങ്ങളുടെ കുടുംബം തന്നെയല്ലേ, നിങ്ങൾ നിന്നിങ്ങനെ വേർതിരിച്ച് സംസാരിക്കുന്നേ എന്ന് പറയുകയാണ്. എല്ലാവർക്കും വേണ്ടി തന്നെ ഞാൻ ചെയ്തത്, എല്ലാവരുടെ മാനം പുറത്ത് പോകാതിരിക്കാനെന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകുമ്പോൾ പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട നിൻ്റെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അത് കേട്ട് നയന, ആഹാ അന്ന് അവിടെ ഒന്ന് നിന്നേ എന്ന് പറയുകയാണ്. നിനക്കിപ്പോൾ എന്താ വേണ്ടേ നയനയും ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞേ നിങ്ങൾക്ക് താങ്ക്സ് വേണ്ടെന്ന്, എന്നാൽ അതെനിക്ക് തിരിച്ചു തന്നിട്ട് പൊക്കോളൂ എന്ന് പറയുകയാണ്. നിനക്കെന്താ വട്ടാണോ താങ്ക്സ് ഒക്കെ ഇങ്ങനെ തിരിച്ചു തരാം, നീ വേറെ എന്തെങ്കിലും പറയും എന്ന് നമ്മുടെ ആദർശ് നയനേൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, എന്നാൽ ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു ഉമ്മതായോ എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് ഞെട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത്? കേട്ടില്ലേ, എനിക്കൊരു ഉമ്മതായോ? താങ്ക്സോ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റില്ല, എന്നാൽ ഒരു ഉമ്മതായോ എന്ന് പറയുകയാണ്. നീ കളിക്കാതെ പോയേ, നിനക്കെന്താ തലയ്ക്ക് വല്ല വട്ടായോ, നീ എന്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ, ഞാൻ എൻ്റെ ഭർത്താവിനോടല്ലേ ചോദിക്കുന്നേ ഒരു ഉമ്മ തരാനായിട്ട്, നീ ഒന്ന് പോയേ കളിക്കാതെ, നിന്നോട് ഞാനൊരു ഡിസൈൻ ചോദിച്ചിട്ട് അതെന്തായി, അത് ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന് പറയാണ്. ആദർശ് വേഗം വിഷയം മാറ്റാണ്. അപ്പം നയനം പറയുന്നുണ്ട്, ഓ ആദർശേട്ടാ ഞാൻ ആ കാര്യം മറന്നുപോയി, ഈ ഒരു പ്രശ്നത്തിനിടയിൽ ഞാൻ ആ ഡിസൈൻ വരയ്ക്കേണ്ട കാര്യം മറന്നുപോയി, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ ആദർശേട്ടനെ വരച്ച് തരാമെന്ന് പറയുകയാണ്. ശരി വൈകുന്നേരം വരുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഡിസൈൻ്റെ കാര്യം പറയാനായിട്ട് 100 നാവാണ്, ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ ആകെ നാണക്കേടായിപ്പോയി, എന്ത് ചെയ്യാനാ, വലിയ കമ്പനിയുടെ MD ഒക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് പറഞ്ഞിട്ട് നയന ചിരിക്കുകയാണ്.
അതിനുശേഷം കാണിക്കുന്നത് മുകളിലെ ഹോളിലായിട്ട് അബി മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നവ്യയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേ ആയിട്ട് വരുന്നുണ്ട്. അബി വിചാരിച്ചത് അതിൽ അവനുള്ള ചായയാണെന്നാണ്. അപ്പോൾ അബി മനസ്സിലാലോചിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ട് വായോ, നിന്നെ ശരിപ്പെടുത്തേണ്ട വിധമൊക്കെ എനിക്കറിയാം. ഇതോടുകൂടി നീ നയനയായിട്ട് തല്ലി പിരിയണം, അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആ സമയം ട്രേയുമായിട്ട് നമ്മുടെ അബിയുടെ അടുത്തേക്ക് വന്നിട്ട് ട്രേ നീട്ടുന്നുണ്ട്. അപ്പം നോക്കുമ്പോൾ അതിൽ കുറച്ച് മേക്കപ്പിൻ്റെ പെണ്ണുങ്ങളുടെ സാധനങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്താടി എന്നെ കളിയാക്കാണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ ആദർശ് എന്നെ എന്തൊക്കെ പറഞ്ഞു, എൻ്റെ ആഡ് പുറത്ത് വരാതിരിക്കാൻ അതും തടഞ്ഞായിരുന്നു. നിങ്ങളൊരു ഭർത്താവായിട്ട് ഇത് മുഴുവനും കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇത് മാത്രമേ വഴിയുള്ളൂ. ഇതൊക്കെ പെണ്ണുങ്ങളെ പോലെയുള്ള കാര്യങ്ങളാണ്. ഒരാണായ ഭർത്താവായിരുന്നെങ്കിൽ ഭാര്യ എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ തടഞ്ഞാനെ. നിങ്ങളത് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഇട്ട് അണിഞ്ഞ് നിൽക്കാമെന്ന് പറയാണ്. നീ എന്താ നവ്യ എന്നെ കളിയാക്കുകയാണോ എന്ന് പറഞ്ഞ് അടിക്കാനായിട്ട് ഓങ്ങുകയാണ്. അപ്പോൾ അബി മനസ്സിലാലോചിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അവളെ തല്ലണ്ട, തല്ലിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ഞങ്ങൾ തമ്മിൽ എൻ്റെ സ്വസ്ഥത ഇല്ലാണ്ടാവും. അതിന് നല്ലത് ഇപ്പോൾ ഒന്ന് ക്ഷമിക്കാമെന്ന് മനസ്സിലാലോചിക്കുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, തല്ലിക്കോ, നിനക്ക് എന്നെ തല്ലാനുള്ള സാമർത്ഥ്യം ഉണ്ടല്ലോ. എല്ലാവരും മുമ്പിൽ നിനക്കൊന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു ധൈര്യവും ഇല്ല, ഒന്നുമില്ല. എന്നെ പേടിപ്പിച്ച് നിർത്താൻ മാത്രം നിനക്കറിയാമെന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അതല്ല മോളെ, എനിക്കവിടെ സംസാരിക്കാമെന്ന് ചൊല്ലി എനിക്കതൊക്കെ കേട്ടിട്ട് കലി കയറി നിൽക്കായിരുന്നു. കാരണം ആ ആഡ് വന്നതിന് ശേഷം നീ വലിയ സെലിബ്രിറ്റി ആവും, നിൻ്റെ ഭർത്താവായിട്ട് എനിക്ക് നടക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു ഞാൻ. ആ സമയത്താണ് ആദർശ് അങ്ങനെയൊക്കെ സംസാരിച്ചത്. എനിക്കൊന്നും പറയാൻ പറ്റാതെ എനിക്ക് ദേഷ്യം കയറി നിൽക്കായിരുന്നു എന്ന് പറയണം. അപ്പം നവ്യ പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായ അബി, എന്ത് ചെയ്യാനാ, ഞാനിതിലൂടെ ഒന്ന് ഫേമസ് ആവാമെന്ന് വിചാരിച്ചതായിരുന്നു. അതിന് ഇവരൊന്നും സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട്, നീ വിചാരിച്ചു ഇത് ആരെ ഇതിന് പിന്നിൽ നിന്നാ, നിൻ്റെ അനിയത്തി തന്നെയാണ്. നീ വലിയ സെലിബ്രിറ്റിയൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവൾ ഈ വീട്ടിലെ വേലക്കാരിയായി പോവും. അതുകൊണ്ട് അവളാണ് ഇത് ആദർശിനെ പറഞ്ഞ് ഇളക്കിയിട്ട് എല്ലാവരും മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ആഡ് പുറത്ത് വരാത്ത രീതിയിലൊക്കെ ചെയ്തതെന്ന് പറയണം. അവൾക്ക് അല്ലെങ്കിലും എൻ്റെ സൗന്ദര്യത്തിലും എൻ്റെ കഴിവിലൊക്കെ അവൾക്ക് വളരെയധികം കുശുമ്പാണ് പണ്ടേ തൊട്ടേന്ന് പറയണം. നീ ഇവിടെ നിന്ന് പറയുന്നല്ലാതെ നിനക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറയണം. അപ്പം നവ്യ പറയുന്നുണ്ട്, അബിക്കറിയാത്തൊരു സ്വഭാവമുണ്ട്. കുഞ്ഞിലെ തൊട്ട് എന്നെ ആരെങ്കിലും വെറുപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ നാശം കണ്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. അത് അച്ഛനായാലും അമ്മയായാലും അനിയത്തി ആയാലും. ഇനി നവ്യയുടെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് നവ്യ മനസ്സിലാലോചിക്കുന്നുണ്ട്. അപ്പോൾ അബി മനസ്സിൽ പറയുകയാണ്, ഇതാണ് എനിക്ക് വേണ്ടത്, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. അവർ രണ്ടുപേരും തമ്മിൽ അടിച്ചു വരുന്ന ഈ രണ്ടെണ്ണം ഈ വീട്ടിൽ നിന്ന് പൊക്കോളും, എൻ്റെ പണി എളുപ്പമായെന്ന് അബി മനസ്സിലാലോചിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും ഹാളിലിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു കൊറിയർകാരൻ വരുന്നുണ്ട്. അപ്പോൾ കൊറിയർ കാണുമ്പോൾ അബി ചോദിക്കുന്നുണ്ട്, എടി നവ്യെ, നീ എന്തെങ്കിലും ഓർഡർ ചെയ്തോന്ന്. അതെന്താ അബി എന്നോട് എപ്പോഴും ചോദിക്കുന്നത്? അല്ല, നീയാണല്ലോ ഇവിടേക്ക് കൊറിയറിൽ ഓരോന്ന് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാറെന്ന് പറയാണ്. ഞാൻ ഇപ്രാവശ്യം ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ കൊറിയർകാരൻ വന്നിട്ട് പറയുന്നുണ്ട്, അത് നയനയുടെ പേരിലാണെന്ന് പറയാണ്. അപ്പോൾ അവിടെ അനി നിൽക്കുന്നുണ്ടായിരുന്നു. ഏടത്തിക്കാന്നാ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അനി, നീ പോയിട്ടത് മേടിച്ച് ഒപ്പിട്ട് വാങ്ങുമെന്ന് പറയാണ്. അങ്ങനെ അത് സൈൻ ചെയ്തെടുത്ത് വന്നപ്പോൾ പറയുകയാണ്, ഏടത്തി ഇത് കണ്ടിട്ട് എന്തോ ഒരു പുസ്തകം പോലെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അനി നീ അത് ഓപ്പൺ ചെയ്ത് നോക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നോക്കുമ്പോൾ അനി ആകെ ഞെട്ടി സന്തോഷത്തിൽ നിൽക്കുകയാണ്. അനിയെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നയനയെ നിൽക്കുന്നുണ്ട്. അതോടുകൂടിയിട്ട് ഇനി വരാതിരിക്കുന്ന ആ ഒരു എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്ത് പോകാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്കും ബായ്.